ഇത് ശരിക്കും ഭരണകൂട ഭീകരതയാണ്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ബഹുമാനെ അൻവർ എന്ത് തെറ്റാ ചെയ്തേ? ഇവിടെ ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടി കൊന്നിട്ട് ആരെങ്കിലും ചോദിക്കണ്ടേ? ഇന്ന് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അതിന് അദ്ദേഹത്തിന്റെ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭൂകം. പിന്നെ അൻവർ എന്ന് പറഞ്ഞ MLA ഒരു നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഇവർക്ക് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയും? എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? പ്രതിഷേധം ഉണ്ടാവും. എന്താ സംശയം? ഈ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പ്രതിഷേധിക്കാൻ പോകണം. ഒരു സംശയമൊന്നുമില്ല. ഉടനെ ഉണ്ടാവും. മിക്കവാറും അതിൽ നോക്കട്ടെ, ഒരു 5 മിനിറ്റിൽ അറിയാമല്ലോ. എന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ്. കാരണം ജഡ്ജിമാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അദ്ദേഹം നിരപരാധിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെന്താ കുഴപ്പം? ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സംബന്ധിച്ച് നേരത്തെ DMK വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് നേരത്തെ നിയമ നടപടികളൊക്കെ സ്വീകരിച്ചു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇത് ഗവൺമെന്റ് അല്ലേ. ഞാൻ പറഞ്ഞു ഭരണകൂട ഭീകരതയാണ്. അവർ പ്ലാൻ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ആവത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പം തീർച്ചയായും അവര് അദ്ദേഹത്തിനെതിരെ വലിയ കരിക്കുലാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണിത്. ഇതിലൊന്നും നമ്മൾ അടിപതറില്ല. നമ്മളൊരിക്കലും പിന്നോട്ട് പോകില്ല. ശക്തമായ സമരം വരും ദിവസങ്ങളിലുണ്ടാവും. എന്തോ അദ്ദേഹം നിരപരാധി. അദ്ദേഹം ഇല്ല. ഈ പ്രശ്നമുണ്ടാവും. അദ്ദേഹം അവിടെ ഇല്ല. ഞാനുണ്ടായില്ല. ഇല്ല. അദ്ദേഹം അതിന് ശേഷമാണ് വന്നത്. അപ്പൊ ഇവര് ആക്രമിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല. ഒരിക്കലുമില്ല. ആ സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ വിഷ്വൽസ് നോക്കിക്കോളൂ. നിങ്ങൾ വീഡിയോ എല്ലാം നോക്കിക്കോളൂ. അദ്ദേഹം സമയത്തില്ല. He was not there at that time. നേരത്തെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രതികാര നടപടിയാണോ സർക്കാർ? എന്ത് സംശയം? പ്രതികാര നടപടി തന്നെയല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇത് ഭരണകൂട ഭീകരത തന്നെയാണ്. അദ്ദേഹം നിരപരാധിയാണ്. അതെ. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്.